ഫെമിനിച്ചി ഫാത്തിമ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി ഷംല ഹംസ, കുമാർ സുനിൽ തുടങ്ങിയ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ മലയാളം ഫാമിലി കോമഡി ഡ്രാമ മൂവിയെ കുറിച്ചാണ് ഇന്ന്. ഒരു വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള മുസ്ലിം കുടുംബത്തിലെ വീട്ടമ്മയായ ഫാത്തിമയുടെ കഥയാണിത്. എല്ലാ കാര്യങ്ങൾക്കും ഭർത്താവ് അഷ്റഫിന്റെ അനുമതി ഇല്ലാതെ ആ വീട്ടിൽ ഒന്നും തന്നെ നടക്കാറില്ല. അങ്ങനെയുള്ളപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ബെഡ്, അതായത് കിടക്ക ഫാത്തിമയ്ക്ക് ആവശ്യമായി വരികയും അതിനുവേണ്ടിയുള്ള ഫാത്തിമയുടെ ഒരു പോരാട്ടവും ഒക്കെയാണ് ഈ സിനിമ എന്ന് പറയാം. ഈ വർഷം കണ്ട ഒരു ഗംഭീര മലയാളം പടമാണിത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത്രയും സിമ്പിൾ ആയിട്ട് എന്നാൽ ഇഫക്റ്റീവ് ആയിട്ട് പൊളിറ്റിക്സ് സംസാരിച്ച മറ്റൊരു സിനിമ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കിടിലം പടമാണ്. ഇപ്പോ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉൾപ്പെടെയുള്ള സിനിമകളിലൊക്കെ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ അത് കുറച്ച് ലൗഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു വിഭാഗം ആൾക്കാർക്ക് ആ പടം തീരെ ദഹിക്കാതെ പോയത്, തീരെ ഇഷ്ടമില്ലാതെ പോയതും ഒക്കെ അതിന്റെ ഒരു പ്രകോപനപരമായിട്ടുള്ള സ്വഭാവം കൊണ്ടുകൂടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ സിനിമയിലും സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെ. എങ്കിലും വളരെ മൃദുവായിട്ടുള്ള എന്നാൽ രസകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ സിനിമ സ്വീകരിച്ചിട്ടുള്ളത്. അത് കണ്ടാൽ നമുക്ക് കൂടുതലും ചിരിയാണ് വരിക. മിക്ക മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവം അതൊരു സ്ത്രീയുടെ ആത്മാഭിമാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ തിരിച്ചറിവായി മാറുന്ന ശക്തമായ തിരക്കഥയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒരു കിടക്ക മൂലമുണ്ടാകുന്ന വിപ്ലവം എന്ന് പറയാം. ദുൽഖറിന്റെ വേഫെയർ ഫിലിംസ് ഈ സിനിമ വിതരണത്തിന് ഏറ്റെടുത്തതും കണ്ടന്റിന്റെ കരുത്തുകൊണ്ട് തന്നെയാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ അത് ഓവറാക്കാതെ, ഒരുപാട് കുത്താതെ, ഒട്ടും ഫോഴ്സ്ഡ് ആണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പടത്തിന്റെ ഒരു വിജയം എന്ന് പറയാം. അതും വളരെ റിയൽ ആൻഡ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ക്യൂട്ട് പടം എന്നും പറയാം. സത്യത്തിൽ പറഞ്ഞാൽ വിവാദമായേക്കാം, എങ്കിലും മുസ്ലിം സമുദായത്തിലെ ആണുങ്ങൾ തന്നെ ഈ പടം കണ്ടാൽ കൈയടിച്ചു പോകും. അതുപോലെ കിടുവായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. സിമ്പിൾ, എഫക്റ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം. അഭിനയിച്ച ഭൂരിഭാഗം ആൾക്കാരും പുതുമുഖങ്ങളാണ്. പക്ഷെ നമുക്ക് തോന്നുകയില്ല ഇവരുടെ അഭിനയം കണ്ടാൽ പുതുമുഖങ്ങളാണ്. അത്രയ്ക്കും കിടു ആക്ടിംഗ് ആയിരുന്നു എല്ലാവരുടെയും. ഇതിലെ നായിക ഫാത്തിമയായിട്ട് വരുന്നത് ഷംല ഹംസ എന്ന നടിയാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇരുത്തം വന്ന നടിയുടെ പ്രകടനം പോലെ തന്നെ തോന്നിച്ച കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ഷംല കാഴ്ചവെച്ചത്. ഇതിലെ പ്രധാന വേഷങ്ങളിൽ വന്ന മറ്റു പലരും ഡയറക്ടറുടെ ബന്ധുക്കളും അവരുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളും ഒക്കെയാണ്. എനിക്ക് തോന്നുന്നു മറ്റ് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു താരമെന്ന് പറഞ്ഞാൽ ഇതിലെ ഫാത്തിമയുടെ ഭർത്താവായിട്ട് വന്ന കുമാർ സുനിൽ എന്ന നടനാണ്. ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. വളരെ രസകരമായിട്ട് പുള്ളി ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രവും ആക്ടിങ്ങുമായിരുന്നു. ഫാത്തിമ മാത്രമല്ല, ഇതില് വ്യത്യസ്ത ജീവിതം നയിക്കുന്ന വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള വേറെയും ഒരുപാട് സ്ത്രീകൾ പടത്തിലുണ്ട്. പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന തമിഴ്നാട് സ്ത്രീയായി വന്ന രാജി ആർ ഉണ്ണി എന്ന നടിയുടെ പെർഫോമൻസ് എടുത്തു പറയണം. പുള്ളിക്കാരുടെ ക്യാരക്ടർ ഉൾപ്പെടെ ഈ സിനിമയിലെ ഓരോ സ്ത്രീകളും കഥയിൽ നല്ല രീതിയിൽ ഇമ്പാക്ട് കൊണ്ടുവരുന്നുണ്ട്. വിജി വിശ്വനാഥ്, പ്രസീത, ബബിത ബഷീർ, ഒപ്പം സംവിധായകൻ ഫാസിൽ മുഹമ്മദും പടത്തിലൊരു പ്രധാന വേഷത്തിൽ തന്നെ വരുന്നുണ്ട്. തോമസ് ഫ്രാൻസിസിന്റെയാണ് സിനിമയുടെ ഛായാഗ്രഹണം. സംവിധായകൻ ഫാസിൽ മുഹമ്മദ് തന്നെയാണ് ചിത്ര സംയോജനം നിർവഹിച്ചിട്ടുള്ളത്. ഷിയാദ് കബീറാണ് ഇതിന്റെ സംഗീതം. വളരെ ലൈറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പശ്ചാത്തല സംഗീതവും വളരെ എഫക്റ്റീവ് ആയിരുന്നു. വലിയ താര സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടും പടത്തിന്റെ ഒരു ബജറ്റിലെ കുറവൊക്കെ പലപ്പോഴും ദൃശ്യമാവുന്നതുകൊണ്ടും സാധാരണ ആൾക്കാർക്കും അതുപോലെ മാസ് ഓഡിയൻസിനും സിനിമ കാണാനുള്ള ഒരു താല്പര്യം കുറവായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് എനിക്ക് ഈ പടത്തെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഈ സിനിമയുടെ പേരൊക്കെ ചിലപ്പോൾ ചിലർക്ക് കുറച്ച് റിഗ്രസീവ് ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് വൈബായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ ഒരു കോമഡി പടം എന്ന നിലയിൽ നിങ്ങൾ പോയി കണ്ട് ആ രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു ഫൺ പോലെ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഇതിനൊരു സീരിയൽ ലുക്ക് ഒക്കെ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സിനിമയുടെ ഒരു കൊമേഴ്സ്യൽ വിജയത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. സോ എത്ര പേർ ഈ പടം തിയേറ്ററിൽ പോയി കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ OTT-യിൽ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ചർച്ചാ വിഷയമാവുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ ഈ സിനിമ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇക്കഴിഞ്ഞ മാർച്ചിൽ കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നായിരുന്നു. അവിടെ വെച്ചാണ് സിനിമ കണ്ടത്. കോട്ടയം അനശ്വര തിയേറ്ററിൽ മാർച്ച് 18-ന് ഫിലിം ഫെസ്റ്റിവലിന്റെ ലാസ്റ്റ് പടമായിട്ട് കാണിച്ച സിനിമയായിരുന്നു. നിറഞ്ഞ കയ്യടിയായിരുന്നു തിയേറ്ററിൽ സിനിമയ്ക്ക്. ഇന്നിപ്പോ സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാനായിട്ടുള്ള കാരണം തന്നെ പടം നാളെ ഒക്ടോബർ 10-ന് തിയേറ്ററുകളിൽ റിലീസ് ആവുകയാണ്. ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിലൊരു നല്ല പോസ്റ്റർ പോലും മര്യാദയ്ക്ക് ഇന്നലെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നിനിയും മാറിയോന്ന് എനിക്കറിയില്ല. ഇത് ആൾക്കാർ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുമോ എന്ന് തന്നെ അറിയില്ല. അതുകൊണ്ടുകൂടി നിങ്ങൾക്ക് ഒരു റെക്കമെൻഡേഷൻ എന്ന നിലയിൽ ഞാൻ ഈ റിവ്യൂ നേരത്തെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊക്കെ എന്തുമാത്രം ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ വിജയമാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. പറ്റിയാൽ അതുകൊണ്ട് നിങ്ങൾ പോയി കാണുക. ഇതുപോലുള്ള ചെറിയ സിനിമകളും നമ്മൾ കണ്ട് വിജയിപ്പിക്കേണ്ടത് ഒരു സിനിമാ പ്രേമിയുടെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നി. സ്ട്രോങ് പൊളിറ്റിക്സ് വളരെ ലളിതമായിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. രസകരമായിട്ടുള്ള ഒരു ചെറിയ സിനിമയാണ്. പിന്നെ എനിക്ക് വർക്കായ അത്രയും ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വർക്കാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 മണിക്കൂർ 39 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.